ദൈവം അടുത്തറിഞ്ഞ മോശ എന്ന പ്രവാചകൻ, മോശ എന്ന ദൈവദാസൻ. ഇസ്രായേൽ മക്കളെല്ലാവരും ത്രിൽഡായി നിൽക്കുകയാണ്. കാരണം മരുഭൂവാസം കഴിഞ്ഞു, നമ്മളിതാ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നു. നല്ല മുന്തിരിത്തോട്ടങ്ങളും ഒലിവൃക്ഷങ്ങളും അത്തിവൃക്ഷങ്ങളും നീരൊഴുക്കുകളും നദികളും മലകളുമുള്ള നല്ല ദേശം. നമ്മളത് കൈവശമാക്കാൻ പോകുന്നു. നല്ല വീടുകളിൽ പാർക്കാം. നമ്മുടെ ലൈഫ് മാറാൻ പോകുന്നു. അവർ ത്രില്ലടിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് ഏകാഗ്രതയൊന്നുമില്ല. ഇപ്പൊ എങ്ങനെയെങ്കിലും അവിടെ ചെല്ലുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കും. വിസ കിട്ടിയാൽ മതി, അതുവരെ ഞങ്ങൾ ഉപവസിക്കും. വിസ കിട്ടിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ജീവിക്കും. പക്ഷെ മോശയെ നോക്കിക്കേ, ദൈവം പറഞ്ഞു, നീ അവിടെ കിടക്കൽ എൻ്റെ മോനെ, കാര്യം എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ നീ ആ കലഹജലത്തിൻ്റെ വെച്ച് എന്നെ മഹത്വീകരിക്കാറുന്നതുകൊണ്ട് നിനക്ക് മഹറോനും അവിടെ കിടക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ മോശയ്ക്ക് ഒരു വിഷമമില്ല. ദൈവ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി ഈ കാണുന്ന ദേശം എല്ലാം എത്ര ദൂരെയാണെന്ന് ഓർക്കണം. ദൈവം അത് സൂം ചെയ്ത് എല്ലാ ദേശവും കാണിച്ചു. ഇതിൻ്റെ കണ്ണുകൊണ്ട് കാണും, പക്ഷെ കടക്കൽ. ഈ പുള്ളിക്ക് ഒരു വിഷമമില്ല. ഈ പുള്ളിക്കാരൻ സന്തോഷവാനായി സംതൃപ്തവാനായി. കാരണം എന്താ? ദൈവം അടുത്ത് നിൽക്കുക, ദൈവസ്വരം കേൾക്കുക, ദൈവസാന്നിധ്യം അനുഭവിക്കുക, തേജസ് കാണുക. ഈ പുള്ളിക്ക് അത് കാരണം അതൊന്നും വിഷയമല്ല. ഇസ്രായേൽ മക്കൾക്കോ ദൈവം ഒരു വിഷയമല്ല, ഞങ്ങൾക്ക് ദേശമാണ് വിഷയം. കണ്ടോ മനസ്സിൻ്റെ വ്യത്യാസം? കണ്ടോ?